1967 നിലമ്പൂർ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം വളരെ ചുരുങ്ങിയ കാലത്തിലൊഴിച്ച് ബാക്കി എല്ലാ സമയവും അത് കോൺഗ്രസിൻ്റെ തന്നെ മണ്ണായിരുന്നു. നമുക്കറിയാം, CPM അവിടെ വളരെ കാലമായി നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു. 19 വർഷം മുന്നേ ഒരു അവരുടെ പാർട്ടി ചിഹ്നത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അതിനുശേഷം അവർക്ക് ഒരു പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇറക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അൻവറിലൂടെ ഒരു സ്വതന്ത്ര തന്ത്രം പയറ്റി അവർ മണ്ഡലത്തിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ അൻവർ പക്ഷേ എല്ലാം ഇടതിനും വലതിനും എതിരെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഇവരുടെ എല്ലാം പൊസിഷൻസ് മാറി. അപ്പം നമ്മൾ കഴിഞ്ഞ ഈ പോളിംഗ് ദിവസം കണ്ടതായിരുന്നു, അൻവറിൻ്റെ ചില ഷോ ഒക്കെ നമ്മൾ കണ്ടതായിരുന്നു. പോളിംഗ് ദിവസം ഷൗക്കത്ത് ഹസ്തദാനത്തിന് ചെന്നപ്പോൾ കെട്ടിപ്പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞു, ധൃതരാഷ്ട്രാലിംഗനമാണ് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നീട് പറയുകയുണ്ടായി, ഷൗക്കത്ത് ഒളിഞ്ഞ പിണറായിയും സ്വരാജ് തെളിഞ്ഞ പിണറായിയുമാണ് എന്നൊക്കെ പറഞ്ഞു. അതായത് അവരെല്ലാം RSSകാരാണ്, താൻ മാത്രമാണ് ഇടതുപക്ഷം എന്നൊക്കെ ഉള്ളത്. അപ്പം നാളെ ഷൗക്കത്തിനാണ് വിജയസാധ്യത എന്ന് സാർ കരുതുന്നുണ്ടോ? ഷൗക്കത്തിനാണ് വിജയസാധ്യത എന്ന് ഞാൻ കരുതുകയല്ല. ഷൗക്കത്താണ് നാളെ ജയിക്കാൻ പോകുന്നത്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവും ഇല്ല. കാരണം അവിടെ ഞങ്ങൾ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. UDF, പ്രത്യേകിച്ച് കോൺഗ്രസ്, മുസ്ലിം ലീഗൊക്കെ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ ബൂത്ത് കേന്ദ്രീകരിച്ച് ഞങ്ങളുടെ പ്രവർത്തനം നടത്തി. കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾക്കൊപ്പം അല്ലായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനം. ഞങ്ങളുടെ പ്രവർത്തനം താഴെത്തട്ടിൽ ബൂത്ത് കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു. ആ കോൺഫിഡൻസിലാണ് നാളെ വോട്ടെണ്ണി കഴിയുമ്പോൾ ഷൗക്കത്ത് കേരള നിയമസഭയിൽ MLA ആയിട്ട് കയറി ചെല്ലുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇനി രണ്ടാമത്തത്, ഇടതിനും വലതിനും എതിരാണ് അൻവർ എന്ന് പറയുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഇടത് എന്നുള്ളൊരു തർക്കം ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിലെ യഥാർത്ഥ ഇടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയും കോൺഗ്രസുമാണ്. കേരളത്തിലെ വലതുപക്ഷത്തേക്കാണ് CPM മാറിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വലതുപക്ഷത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന CPMനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞ 9 വർഷവും കേരളത്തിലെ പ്രതിപക്ഷം നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അന്നൊക്കെ പ്രതിപക്ഷത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഭരണപക്ഷത്ത് തീവ്ര വലതുപക്ഷമായിക്കൊണ്ടിരിക്കുന്ന CPMന്റെ പക്ഷത്ത് പിണറായി വിജയൻ എൻ്റെ പിതാവിൻ്റെ സമമാണെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് പരിചയമായി നിന്ന പോരാട്ടം നടത്തിയ അൻവർ ഇന്ന് പുറത്തു വന്നിട്ട് കോൺഗ്രസിനെ ആക്ഷേപിക്കുമ്പോൾ അത് വിശ്വസിക്കാൻ ജനങ്ങൾ തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ തെളിഞ്ഞ പിണറായും ഒളിഞ്ഞ പിണറായും എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പുതിയ അത്തരത്തിൽ അദ്ദേഹം കുറേ ടെർമിനോളജിയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ പിതാവിന് സമമാണ് പിണറായി വിജയൻ എന്ന് കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവും ഈ അടുത്ത കാലത്ത് പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിന് തരം പോലെ പിതാവിന് സമമാണെന്ന് പലരെക്കുറിച്ച് പറയുകയും മാറ്റി പറയുകയും ചെയ്യാം. മാനത്ത് മഴക്കാര് കാണുമ്പോൾ നിലപാടിൽ മാറ്റം ഉണ്ടാകുന്ന അൻവറിനെ വിശ്വസിച്ച് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുമെന്ന് ആരും കരുതുന്നില്ല, നിലമ്പൂരിലെ ജനങ്ങൾ പ്രത്യേകിച്ചു. അദ്ദേഹം നാട്ടുകാരൻ പോലുമല്ല. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 19 വർഷം മുമ്പ് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി പരാജയപ്പെട്ടതിന് ശേഷം പല കാലങ്ങളിൽ മുൻപും അതിനുശേഷവും CPM പയറ്റിയിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള തന്ത്രത്തിലൂടെയാണ് അൻവർ അവിടെ ജയിക്കുന്നത്. അൻവർ ജയിക്കുന്നതിന് പലതരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തിലേക്ക് ഒന്നും നമ്മൾ ഇഴകേറി പരിശോധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അന്നത്തെ അൻവർ അല്ല ഇന്ന്. അന്ന് CPMനോടൊപ്പം പിണറായി വിജയനോടൊപ്പം നിന്ന അൻവർ, അന്ന് മറ്റ് പല രീതിയിലും ശക്തനായിരുന്ന അൻവർ, ഇന്ന് ആ ശക്തി അൻവറിനില്ല. CPMും പിണറായി വിജയനും അൻവറിനോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ അൻവർ CPMനോടൊപ്പം ഇല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. 9 വർഷം LDFന്റെ MLA ആയിരുന്ന അൻവർ സ്വതന്ത്രനാണ്. 9 വർഷം അൻവറിനോടൊപ്പം നിന്ന CPM LDF വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുന്നു. LDFന്റെ ഭാഗത്താണ് വോട്ട് ഡിവിഷൻ ഉണ്ടാകുക. UDFനെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗത വോട്ട് കൃത്യമായിട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ UDF ഒന്നാമത്തെ കക്ഷിയായിട്ട് ഷൗക്കത്ത് അവിടെ MLA ആയിട്ട് ജയിച്ചിരിക്കും. പിണറായി RSS കോക്കസ്, അങ്ങനെ ഒരു കോക്കസ് ഉണ്ടെന്ന് അൻവറിൻ്റെ ഒരു വാദഗതിയുണ്ട്. അതായത് ചില IAS, IFS, IPS ഉദ്യോഗസ്ഥരടങ്ങുന്ന ചില ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ഭാഗമാണെന്നും പിണറായിയെ ഒളിഞ്ഞ് ഒരു നേരിട്ടുള്ളൊരു ആക്രമണത്തിൽ അൻവർ അവിടെയും ചെയ്യുന്നില്ല. അൻവർ പറയുന്നത് പിണറായി അതിൽ പെട്ടുപോയി കിടക്കുകയാണ്, അതായത് സ്വന്തം മകൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരുന്നതാണ് എന്നൊക്കെയാണ് അൻവർ പറയുന്നത്. അതിനെപ്പറ്റി എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഞാൻ ഒരിക്കലും അൻവർ ഒരു യഥാർത്ഥ ജനാധിപത്യവാദിയാണെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം ശ്രീരാം വെങ്കിട്ടരാമൻ എന്ന് പറഞ്ഞൊരു IAS ഉദ്യോഗസ്ഥൻ മദ്യപിച്ച് മതോന്മത്തനായി രാത്രി ഒരു മാധ്യമപ്രവർത്തകനെ കാറിടിച്ച് കൊന്നതിന് ശേഷം, ഞാനതൊരു കൊലപാതകം എന്ന് തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞത്. കൊലപാതകത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ ബുദ്ധി ഉപയോഗിച്ച്
അദ്ദേഹം മെഡിസിൻ പഠിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. അദ്ദേഹം രക്തത്തിൽ നിന്ന് ആൽക്കഹോളിൻ്റെ കണ്ടന്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഡയാലിസിസ് നടത്തുന്നു. ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കേരളത്തിലെ പോലീസും ആഭ്യന്തര വകുപ്പുമാണ്, ഭരണകൂടം തന്നെയാണ്. അന്ന് അൻവർ എവിടെയായിരുന്നു? ഇതെല്ലാം നടക്കുമ്പോൾ അൻവർ പിണറായി വിജയൻ പിതാവിന് സമമാണെന്നും പറഞ്ഞ് ആ മുന്നണിയിൽ നിൽക്കുകയായിരുന്നു. അതെ. ലോക്നാഥ് ബെഹ്റയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് പെയിന്റ് അടിക്കുന്നതിന് വരെ അഴിമതിയുടെ സാഹചര്യം ഒരുക്കിയപ്പോൾ ഇന്ന കമ്പനിയുടെ പെയിന്റ് അടിക്കണമെന്ന് DGP നിഷ്കർഷിക്കുന്ന രീതിയിൽ കേരളത്തിലെ പോലീസിനെ ഇത്രത്തോളം വിലയില്ലാതാക്കിയപ്പോൾ അൻവർ എവിടെയായിരുന്നു? ഇവിടെ ഇന്നത്തെ ചീഫ് സെക്രട്ടറി ജയതിലക്, അദ്ദേഹം റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്തോ ആയിരുന്ന സമയത്താണ് മുട്ടിൽ മരം മുറിക്ക് കാരണമായിട്ടുള്ള വിവാദ ഉത്തരവ് ഇറങ്ങുന്നത്. കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിന്റെ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഏകദേശം 1000-ഓളം കോടി രൂപയുടെ മരങ്ങളാണ് കേരളത്തിലെ ആദിവാസികളെയും മലയോര കർഷകരെയും മറയാക്കിക്കൊണ്ട് അവർ വെട്ടിമാറ്റി കൊള്ളയടിച്ചത്. അന്ന് ഈ ജയതിലക് ഈ ഉത്തരവിട്ടപ്പോൾ അൻവർ എവിടെയായിരുന്നു? കേരളത്തിലെ ഒരു ഉന്നത IAS ഉദ്യോഗസ്ഥൻ ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സമയത്ത് അൻവറിന്റെ നിലപാട് എന്തായിരുന്നു? കേരളത്തിലെ IAS IPS തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ തൊട്ട് താഴെ തട്ടിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരം തോന്നിവാസങ്ങൾ കാണിച്ചപ്പോഴൊക്കെ അൻവർ CPM-ന്റെ കടന്നൽ കൂട്ടത്തിന്റെ പരിചയമായി നിന്ന് ഇതിനെതിരെ സംസാരിച്ച പ്രതിപക്ഷത്തെയും കോൺഗ്രസെയും ആക്ഷേപിക്കുന്ന തിരക്കിലായിരുന്നു. ഇതിന് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് 150 കോടി രൂപ മീൻവണ്ടിയിൽ കടത്തി എന്നുള്ള ആക്ഷേപം വരച്ചൊഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കാൻ പോയി. KC വേണുഗോപാലിനെ ആക്ഷേപിച്ചു. പ്രതിപക്ഷത്തിരിക്കുന്ന മുഴുവൻ നേതാക്കന്മാരും പിണറായി വിജയനായിട്ട് നെക്സസ് ആണെന്ന് പറഞ്ഞു. നമ്മൾ അതൊരു കാര്യം ആലോചിക്കേണ്ടത്, ഇതെല്ലാം പറഞ്ഞ അൻവറിന്റെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. 9 വർഷമായിട്ട് കേരളത്തിൽ പ്രതിപക്ഷം നിരന്തരം പറയുന്ന കാര്യങ്ങൾ, അന്നെല്ലാം അതിനെതിരെ ആക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളുമായിട്ട് മുന്നോട്ട് പോയ അൻവർ ആ പക്ഷത്ത് നിന്ന് അവരുടെ ചില ബിസിനസ് തർക്കങ്ങളുടെ പേരിൽ പുറത്തു വന്നപ്പോൾ ഇന്ന് അദ്ദേഹമാണ് എല്ലാത്തിനും അതീതനായിട്ടുള്ള ആള്, ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു മോശക്കാരാണെന്ന് പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കില്ല. ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യത്തിൽ ഈ പറഞ്ഞ IAS IPS ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇത്തരം തോന്നിവാസങ്ങൾ കേരളത്തിൽ നടത്തിയപ്പോൾ അൻവർ മൗനത്തിലായിരുന്നു, പിണറായി വിജയന്റെ പരിചയമായിരുന്നു. കഴിഞ്ഞ ദിവസം ഗവർണർ പങ്കെടുത്ത ഒരു ചടങ്ങിൽ ആ ചടങ്ങ് ഉദ്ഘാടനത്തിന് ശേഷം വളരെ തിടുക്കപ്പെട്ട് മന്ത്രി ശിവൻകുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കുറിച്ചു. ഭാരതാംബയുടെ ചിത്രം അവിടെ എന്തിനാണ് പ്രദർശിപ്പിച്ചത്, അങ്ങനെ മറ്റും. അപ്പോൾ ഇവർ അതിന് ആ പോസ്റ്റിൽ ശിവൻകുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് ഈ ഭാരതാംബ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വളരെ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അത് 2 ആഴ്ച മുന്നേ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആദ്യമായി മന്ത്രി P പ്രസാദ് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ബഹിഷ്കരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് CPI, അവരുടെ തന്നെ ഘടകകക്ഷിയായിട്ടുള്ള CPI ഭാരതാംബയുടെ മറ്റൊരു ചിത്രം പുറത്തുവിട്ടിരുന്നു. അതായത് ഈ കാവിക്കൊടിയാണ് നമുക്ക് പ്രശ്നം, അല്ലാതെ വേറെ ഒന്നും പ്രശ്നമില്ല എന്നും പറഞ്ഞ് ഈ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഏന്തിയുള്ള ഒരു ഭാരതാംബയുടെ ചിത്രം പുറത്തുവിട്ടിരുന്നു. അത് ഉടനെ തന്നെ അവരത് പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ശിവൻകുട്ടിയുടെ ആരാണ് ഈ ഭാരതാംബ എന്നൊക്കെ ഉള്ള ചോദ്യത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവർ ഈ ഭാരതാംബ ഒരു വിവാദമാക്കി കൊണ്ടുവരുന്നത് നിലമ്പൂരിലെ ഇലക്ഷന്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കില്ലേ? അതിൽ 2 കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചു. അതിൽ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യം ഞാൻ പറയാം. കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൃത്യമായിട്ടുണ്ടാകും. ഇപ്പോൾ ഭാരതാംബ വിവാദം ഉണ്ടാകുന്ന സമയം കേരളത്തിലെ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നത് 20-ാം തീയതി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണെന്ന് കേരളത്തിലെ മുഴുവൻ ആളുകളും വിശ്വസിക്കുന്നുണ്ട്. അത് കൊടുത്തില്ല. പെൻഷൻ മേടിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ പോയ പാവപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യർ കിട്ടാതെ തിരിച്ചുപോയ ഒരു ദിവസമാണ് 20-ാം തീയതി. അതിനുശേഷമാണ് വീണ്ടും ഈ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നത്. അവിടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എന്ന് കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ അന്നൊക്കെ മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്തായാലും ഇപ്പോൾ ആർലേക്കറുടെ കാലത്തായാലും സർക്കാരും ഗവർണറും തമ്മിൽ ഒരു യുദ്ധ സമാനമായ സാഹചര്യം ഉടലെടുക്കും. സാധാരണ പ്രശ്നങ്ങളൊക്കെ, ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാതെ പെടും. അപ്പോൾ അതാണ് ഇതിലെ എൻ്റെ ഒരു ഒന്നാമത്തെ നിരീക്ഷണം. രണ്ടാമത്തത്, ആരാണ് ഭാരതാംബ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ചോദ്യം ഉയർന്നപ്പോൾ അന്ന് ഗാന്ധിയും നെഹ്റുവും ഒക്കെ കൃത്യമായിട്ട് അതിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നെഹ്റുവിൻ്റെ ഡെഫിനിഷൻ, ഈ രാജ്യത്തെ സകല സാധാരണ മനുഷ്യരുടെയും ഭാരതാംബയുണ്ട്. നമ്മുടെയൊക്കെ അമ്മമാർ, നമ്മുടെയൊക്കെ പെങ്ങന്മാർ, നമ്മുടെയൊക്കെ മക്കൾ, ഇവരെല്ലാം ഭാരതാംബയാണ്. നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും സംസ്കാരത്തിനും അതീതമായിട്ട് ലിംഗഭേദമന്യേ സകല മനുഷ്യരും ചേർന്നാണ് ഭാരത് മാത എന്ന് പറയുന്നത്.
ഭാരത് മാത എന്ന് പറഞ്ഞാൽ കല്ലും മണലും മണ്ണും അല്ലെങ്കിൽ മലയും പുഴയും ഒന്നുമല്ല. അതിനപ്പുറത്ത് ഇവിടുത്തെ മനുഷ്യരാണ്. ഈ മുഴുവൻ ആളുകളെയും ഉൾച്ചേരുന്ന ഒരു പ്രത്യയശാസ്ത്രമാണോ ഗവർണർ ആർലെക്കർ രാജ്ഭവനിൽ വെച്ച ആ ചിത്രത്തിലുള്ളത് എന്നുള്ളതാണ് തർക്കം. അങ്ങനെയല്ല എന്ന് നമ്മൾ വരും കരുതാൻ. കാരണം ഭാരതാംബ എന്നുള്ള കൺസെപ്റ്റിൽ അവർ പറയുന്നത് കാവിക്കൊടി, ഭഗവത് ധ്വജം പിടിച്ച ഒരു സ്ത്രീയുടെ പടം. അത് ശിവൻകുട്ടിയുടെ ചോദ്യം, ആരാണ് ഈ കാവിക്കൊടി പിടിച്ച വനിത എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ ഒരു തെറ്റില്ല. ഇത് ഏതെങ്കിലും RSSകാരുടെ ഭാവനയിൽ വിരിഞ്ഞ കാര്യങ്ങൾ ശിവകാശിയിലെ പ്രസ്സിൽ അച്ചടിച്ചു കഴിയുമ്പോൾ അത് നമ്മൾ ആരാധിക്കണമെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ഭാരതാംബ കൺസെപ്റ്റിനോട് ഇപ്പോൾ എറണാകുളത്ത് തൃക്കാക്കരയിൽ ഭാരത് മാതാ കോളേജ് ഉണ്ട്. അത് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഒരു കോളേജാണ്. ഭാരത് മാത എന്ന് പറഞ്ഞ ക്രൈസ്തവർ വിശ്വസിക്കുന്നത് കന്യാമേരിയെയാണ്. കേരളത്തിൽ ഒരുപാട് പള്ളികളുണ്ട് ഭാരത റാണി എന്നുള്ള പേരിൽ. അവിടെ യേശുവിൻ്റെ അമ്മയാണ് ആ പള്ളികൾക്കൊക്കെ നാമകരണം ചെയ്യുന്നത്. നാളെ ഒരു ക്രൈസ്തവനായിട്ടുള്ള ഒരു വ്യക്തി ഗവർണറാകുമ്പോൾ രാജ്ഭവനിൽ കന്യാമേരിയുടെ പടം കൊണ്ടുവച്ചിട്ട് നിങ്ങളൊക്കെ ആരാധിച്ചോ, പുഷ്പാർച്ചന നടത്തിയിട്ട് സർക്കാർ പരിപാടി നടത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടോ സംഘടനാപരമായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ടാവും, അനുഷ്ഠാനങ്ങളും ഉണ്ടാവും. അത് സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഗവർണറെ പോലെയുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇത്തരത്തിലൊരു പരിപാടി നടത്തുമ്പോൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതാണ് അതിലുള്ള ഒരു എതിർപ്പിൻ്റെ കാരണം. അത് രാജ്യമൊട്ടാകെ നമ്മുടെ കാഴ്ചപ്പാട് അതാണ്. നമ്മൾ ദേശീയ പതാകയും അശോക സ്തംഭവും സാരാനാഥിലെ സിംഹമുദ്രയും ഒക്കെ ദേശീയ ചിഹ്നങ്ങളും ഒക്കെ ആയിട്ട് സ്വീകരിച്ചപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയൊക്കെ ചർച്ച ചെയ്തപ്പോൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊന്നും എന്തുകൊണ്ട് ഈ കാവിക്കൊടി പിടിച്ച ഭാരതാംബ ചിത്രം നമ്മുടെ ഒരു ദേശീയ ഐക്കണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ അന്ന് ഇത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ചിത്രമായിരുന്നില്ല. എല്ലാവരെയും ഉൾക്കൊള്ളാത്തതൊന്നും ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ ഭാഗവുമല്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യത്ത് കാവിക്കൊടി മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു വനിതയുടെ ചിത്രം ആരാധിക്കാൻ പറഞ്ഞാൽ അംഗീകരിക്കാൻ ആർക്കും സാധിക്കില്ല.